കശ്മീരിലെ പഹൽഗാമിൽ പാക് ഭീകരർ കയറി നടത്തിയ ആ ഹീനമായ ആക്രമണം ഭാരതം ഒരു കാലത്ത് മറക്കില്ല. അത് അന്നും ഇന്നും പാകിസ്ഥാനും നന്നായി അറിയാം. ഓപ്പറേഷൻ സിന്ദൂറിൽ പാകിസ്ഥാൻ അതിൻ്റെ ചൂട് നന്നായി അറിഞ്ഞതാണ്. നമ്മുടെ കരസേനാ മേധാവി അടുത്തിടെ മുന്നറിയിപ്പ് നൽകിയിരുന്നു, ഓപ്പറേഷൻ സിന്ദൂറിൻ്റെ രണ്ടാം ഘട്ടത്തിന് തയ്യാറായി തന്നെയാണ് ഇന്ത്യൻ സേന എപ്പോഴുമെന്ന്, ജാഗരൂകരാണെന്ന്. പാകിസ്ഥാനുള്ള ആ മുന്നറിയിപ്പ് ഇപ്പോഴിതാ ചൈനയ്ക്ക് കൂടി ബാധകമാണ്. എങ്ങനെയെന്നല്ലേ, പഹൽഗാം ആക്രമണത്തിൽ ചൈനയുടെ ആ വ്യക്തമായ പങ്ക് നേരത്തെ തന്നെ ഇന്ത്യ ചൂണ്ടിക്കാട്ടിയിരുന്നു. ഇപ്പോഴിതാ NIA സമർപ്പിച്ച ആ സംഭവത്തിലെ കുറ്റപത്രത്തിൽ അത് വ്യക്തമാക്കിയിട്ടുണ്ട്. പഹൽഗാം ഭീകരാക്രമണത്തിൽ ഭീകരർ ഉപയോഗിച്ച ഫോണുകൾ ചൈനയിൽ നിന്നും പാകിസ്ഥാനിലേക്ക് എത്തിയതാണെന്നാണ് NIA കുറ്റപത്രത്തിൽ തെളിവുകൾ സഹിതം പറയുന്നത്. 2021 കറാച്ചി ആസ്ഥാനമായുള്ള ഒരു കമ്പനിയാണ് പാകിസ്ഥാനിലേക്ക് ആ ഫോണുകൾ ഇറക്കുമതി ചെയ്തത്. 27 വിനോദസഞ്ചാരികളും ഒരു പ്രദേശവാസിയുമടക്കം 26 പേരാണ് അന്ന് പഹൽഗാമിലെ ആ ഹീനമായ ഭീകര ആക്രമണത്തിൽ കൊല്ലപ്പെട്ടതും. ഇതുകൊണ്ട് വിഷയം തീരുന്നില്ല. ആക്രമണം നടത്തിയ TRFന് ഹമാസുമായും അൽ-ഖ്വയ്ദയുമായും നല്ല ബന്ധമുണ്ടെന്നും NIAയുടെ സൂചനയുണ്ട്. 2023 ഒക്ടോബർ 7 ഹമാസ് ഇസ്രായേലിൽ നടത്തിയ ആക്രമണത്തിന് സമാനമാണ് പഹൽഗാമിൽ നടന്നതെന്ന് NIA കുറ്റപത്രത്തിൽ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. പാകിസ്ഥാൻ ആസ്ഥാനമായുള്ള ഭീകര ഗ്രൂപ്പുകളും ഹമാസും തമ്മിലുള്ള ബന്ധം NIA പരിശോധിച്ചു വരുന്നു. ആക്രമണത്തിന് ശേഷം ഹമാസും ഈ ഭീകര സംഘം തമ്മിലുള്ള ആശയവിനിമയം വർദ്ധിച്ചെന്നും NIA കണ്ടെത്തിയിട്ടുണ്ട്. ആക്രമണം നടത്തിയ പാക് സ്വദേശികളായ ഫൈസൽ ജാട്ട്, ഹബീബ് താഹിർ, ഹംസ അഫ്ഗാനി എന്നിവരെ കഴിഞ്ഞ വർഷം ജൂലൈയിൽ നടത്തിയ ഓപ്പറേഷൻ മഹാദേവ് എന്ന സൈനിക നീക്കത്തിലൂടെ നമ്മുടെ സുരക്ഷാ സേന കാലപുരിക്ക് അയച്ചിരുന്നു. ഇനി ആ ചൈന നൽകിയ മൊബൈൽ ഫോണുകളിലേക്ക് പോകാം. ഈ ഫോണുകൾ പാകിസ്ഥാനിൽ എത്തിയിട്ടും വർഷങ്ങളോളം ഉപയോഗിക്കാതെ സൂക്ഷിച്ചിരിക്കുകയായിരുന്നു. സാധാരണയുള്ള ആശയവിനിമയത്തിനല്ലാതെ ഭീകരവാദ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി മാത്രമായി ഫോണുകൾ പ്രത്യേകം സൂക്ഷിച്ചു വച്ചതാണെന്ന് അന്വേഷണ ഉദ്യോഗസ്ഥർ കരുതുന്നു. കൂടാതെ ഡിജിറ്റൽ തെളിവുകൾ അവശേഷിപ്പിക്കാതിരിക്കാൻ മൊബൈൽ നെറ്റ്വർക്ക് പകരം ലോങ് റേഞ്ച് റേഡിയോ സംവിധാനങ്ങളാണ് ഇവർ ആശയവിനിമയത്തിനായി ഉപയോഗിച്ചത്. മൊബൈൽ കമ്മിൽ നിന്നും ശേഖരിച്ച വിശദാംശങ്ങൾ കൂടി NIAയുടെ കുറ്റപത്രത്തിലുണ്ട്. ഫോണുകളിൽ കോൾ റെക്കോർഡുകളോ സന്ദേശങ്ങളോ ഉണ്ടായില്ലെങ്കിലും ആക്രമണം മുൻകൂട്ടി ആസൂത്രണം ചെയ്തതാണെന്ന് തെളിയിക്കുന്ന ഡിജിറ്റൽ വിവരങ്ങൾ ഫോറൻസിക് പരിശോധനയിൽ ലഭിച്ചിരുന്നു. ഭീകരർ ഉപയോഗിച്ച നാവിഗേഷൻ ആപ്പിൽ ആക്രമണം നടന്ന ബൈസ്രൺ താഴ്വരയുടെ ലൊക്കേഷൻ സേവ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഏപ്രിൽ 22 നടന്ന ആക്രമണത്തിന് ഒരാഴ്ച മുമ്പെടുത്ത ഈ താഴ്വരയുടെ ഫോട്ടോകളും ഇതേ ഫോണിൽ നിന്നും കണ്ടെടുത്തിരുന്നു. ഇതൊക്കെയാകുമ്പോൾ പാകിസ്ഥാനും ചൈനയ്ക്കുമുള്ള NIAയുടെ കുറ്റപത്രമാണത്. എന്തായാലും ഭാരതം ഒരിക്കലും മറക്കില്ല പഹൽഗാമിൽ അന്ന് ചൈനയുമായി ചേർന്ന് പാക് ഭീകരർ കാട്ടിക്കൂട്ടിയ ആ ക്രൂരകൃത്യം.